ഞാൻ ഇങ്ങനെ വിചാരിക്കും, നമുക്ക് എന്തിനാ നമ്മുടെ ചുറ്റും മനുഷ്യന്മാരെ ഇങ്ങനെ വെച്ചിരിക്കണമെന്ന് അല്ലേ? നമ്മൾ ചില സമയത്ത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ എനിക്കത് പറ്റും, നീ അത് ചെയ്യണം, നീ അത് ചെയ്താൽ നന്നായിരിക്കും, എന്നെ കൊണ്ടത് പറ്റാത്ത പണിയൊന്നും അല്ല, അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് കുറച്ച് ആൾക്കാരുണ്ടാവും. ചിലർ ഭയങ്കര ക്രിട്ടിക്കായിട്ട് നമ്മുടെ അടുത്ത് പറയും, ചില ആൾക്കാർ നമ്മുടെ അടുത്ത് അത് വളരെ സ്നേഹത്തോട് പറയും. എങ്ങനെയാണെങ്കിലും പറയുന്ന ആൾക്കാരാണ് നമ്മൾ വാല്യൂ ചെയ്യണത്. കാരണം അവർക്ക് നമുക്കറിയാതെ എന്തൊക്കെയോ നമ്മളെപ്പറ്റി അവർക്ക് അറിയാം, നമുക്കറിയാം. സോ ഹിസ്റ്ററി മേ നീഡ് എ പുഷ്. സോ സംടൈംസ് ആ പുഷ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചുറ്റുള്ള മനുഷ്യനാണ്. സോ ഐ വാസ് ഓൾവേസ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പീപ്പിൾ അറൗണ്ട് മീ. ഇന്ന് ഞാനൊരു മോഡേൺ ഓഫീസ് വെയർ ഇട്ടിട്ട് എൻ്റെ കൂടെ ഒരു ട്രഡീഷണൽ സോങ് എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടോട്, നീ അത് ചെയ്തു നോക്ക്, നല്ല രസമുണ്ടാവും. ഞാനത് ചെയ്തു. ഇപ്പോൾ കാണുന്നവർക്ക് പല ഒപ്പീനിയൻ ഉണ്ടാവും. എന്തായാലും ഐ ആം പ്രെറ്റി ഷുവർ എനിക്കും എന്നോട് പറഞ്ഞ ഫ്രണ്ടിനും ആ സംഭവം ഇഷ്ടപ്പെടുന്നു. അതേപോലെ രാവിലെ ഒരു സ്ഥലത്തേക്ക് എനിക്ക് പറ്റാത്ത കാര്യം, എന്നെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത. ഇപ്പം ഞാൻ ചില ഫ്രണ്ട്സ് പറയും, നാളെ എനിക്ക് ഫീൽഡിൽ പോകുന്ന രാവിലെ നേരത്തെ അടിക്കണം, എന്നെ കൊണ്ട് പറ്റും. ഞാൻ നോക്കാം, ഞാൻ തന്നെ എടുപ്പിച്ച് വിട്ടോളാം, എനിക്ക് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കും, നീ അതിന് ടെൻഷൻ ആവണ്ട. അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവരിങ്ങനെ നമ്മുടെ അടുത്ത് ഉത്തരവാദിത്തം എടുത്ത് എനിക്കൊരു സ്ഥലത്തേക്ക് പോകണം, നിന്നെ അവിടെ കൃത്യമായിട്ട് കൊണ്ടെത്തിക്കാം. ഞാനിപ്പോൾ റെയിൽവേ പാളം ചാടിക്കടന്നിട്ടാണെങ്കിലും മതി, ട്രെയിൻ നിർത്തിയിട്ടാണെങ്കിലും ആ ട്രെയിനിൽ നിന്നെ കയറ്റിയിട്ടേ വിടുള്ളൂ എന്ന് ചോദിച്ച് അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥം നടക്കുന്ന കുറേ ആൾക്കാർ. ഇങ്ങനെയൊക്കെയുള്ള കുറേ മനുഷ്യന്മാർ നമുക്ക് ഉള്ളതുകൊണ്ടാണ് ലൈഫിൽ ഓരോ ഘട്ടങ്ങളുണ്ടായിട്ട് നമ്മൾ സ്റ്റക്കായി നിൽക്കാണ്ട് ഇതിലും വലുത് ചാടിക്കടന്നതാണ് ഈ കെ ജോസഫ് എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ചാടി പോകുന്നത്. ചില സമയത്ത് നമുക്കും ഫ്രസ്ട്രേഷൻ വരും, നമുക്കും ഇതിങ്ങനെ ഇട്ടിട്ട് പോകാനൊക്കെ തോന്നും. ഇന്ന് തന്നെ എൻ്റെ കുറച്ച് കളീഗ്സ് ഇങ്ങനെ പറയുന്നു, PhD ജേണിയിൽ ഓരോരുത്തർ ഇട്ടിട്ട് പോവാണ്ടിരിക്കുന്നതിൻ്റെ ഒരു വിൽ പവറിനെ പറ്റി. അതുപോലെ നമുക്ക് ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത് ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ ചെയ്യാനായിട്ട്, അത് പെർസീവ് ചെയ്യാനായിട്ട്, അത് നമ്മളെ പുഷ് ചെയ്യണം, നമുക്ക് ഫയർ തന്ന് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൊരു വിശ്വാസങ്ങൾ കുറച്ച് മനുഷ്യന്മാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് ലൈഫിൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മേഡ് ഇറ്റ്. ലൈഫിൽ നീ നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞു. എനിക്കൊരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ രാത്രി 12 മണിക്ക് വിളിച്ചു പറയാൻ എനിക്കൊരാളുണ്ട്, അതിൽ നിന്ന് സ്റ്റക്കായി പോണ സ്ഥലത്ത് എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തമില്ല, അതിനൊന്നും ഇതിന് വേ ഔട്ട് ഇരിക്കുമോ എന്ന് പറയാൻ എനിക്ക് ആൾക്കാരുണ്ട്. നിനക്ക് പാടാൻ അറിയാത്ത പാട്ടും നീ മിക്സൊക്കെ ചെയ്ത് പാടുമ്പോഴും അത് കേട്ട് എടി നീ പാടി കൊള്ളാം, നിന്റെ സൗണ്ടിന് നല്ല മാച്ചിങ് ആണ് എന്ന് പറയുന്ന ആൾക്കാർ. ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സിൻ്റെ അകത്തും ആ ഡാൻസ് മൂവ്മെന്റ് ബ്യൂട്ടി കണ്ടെത്തുന്ന കുറേ ആൾക്കാർ. കയ്യക്ഷര തെറ്റിനുള്ളിലും സ്നേഹത്തിന്റെ വരികൾ മനസ്സിലാക്കുന്ന കുറേ മനുഷ്യന്മാർ. ഇങ്ങനെ കുറേ മനുഷ്യന്മാർ നമുക്ക് ചുറ്റും കിട്ടിയതുണ്ട്. ഈ ഓണക്കാലത്ത് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓണാശംസ ഫോർ ഹെൽപ്പിംഗ് അതേഴ്സ്. നമ്മുടെ കംഫർട്ട് സോണും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടും അതിൻ്റെയൊക്കെ ഇടയിലും ബാക്കി ആൾക്കാർക്ക് വേണ്ടി സ്പേസ് കൊടുക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്, ചേർത്ത് പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഈ ലോകത്തിന് ഭയങ്കര മനോഹരമാക്കുന്നത്. അതിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ ഇന്ന് ഡെയിലി സംസാരിക്കുന്ന ആൾക്കാരാവാം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാവാം. പക്ഷെ അവർ ചേർത്ത് പിടിക്കുന്നത് പല മനുഷ്യന്മാരെയും സെൽഫ് ഹാമിൽ നിന്നും ജീവിതത്തിൻ്റെ നഷ്ടബോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യന്മാർ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ അസെറ്റായിട്ടിരിക്കാനാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്കും അവരെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യർക്കും അത് തന്നെയാണ് ഈ ലോകം ഇത്രയും മനോഹരമാക്കുന്നത്. തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അല്ലേ? തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയല്ലേ നമുക്ക് എല്ലാവർക്കും ഓണം. അങ്ങനെ ചേർത്തിരുന്ന ഒരുപാട് മനുഷ്യർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൗസ് കുട്ടി തോട്ട്സ്.